നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ പാർവതി കാണിച്ചത്? ഗോപിയേട്ടാ, പത്രമൊക്കെ പിന്നെ വായിക്കാം. അത് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നിനക്കിത് എന്താ പറ്റിയത്? എന്താ ഇത്രയധികം സന്തോഷം? ഗൗതം വരപ്പിച്ചുകൊണ്ടുവന്നൊരു ഫോട്ടോയെ പറ്റി ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ? ആ പറഞ്ഞു. അതിനിപ്പോ എന്താ? അതിലൊരു മോളുടെ മുഖം അവന്റെ അമ്മയെ പോലെയാണെന്ന് ഗൗതം പറഞ്ഞ കാര്യം ഞാൻ ഗോപിയേട്ടനോട് പറഞ്ഞില്ലായിരുന്നോ? നീ ഇനിയും അത് വിട്ടില്ലേ? അതിനെന്താ പാറു കുഴപ്പം? എന്റെ ഗോപിയേട്ടാ, ഞാൻ പോയി ഫോട്ടോ എടുത്ത് നോക്കി. അമ്മയെ പോലെയെന്ന് ഗൗതം പറഞ്ഞ കുഞ്ഞിന്റെ മുഖം ആരുടെയാണെന്ന് അറിയോ ഗോപിയേട്ടന്? ഞാൻ കണ്ടു ഗോപിയേട്ടാ, എന്റെ മുഖം അവൻ വരച്ചു വെച്ചിരിക്കുന്നത്. ഞാനിപ്പോ അനുഭവിക്കുന്ന സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഗൗതമന്റെ മനസ്സിൽ അവന് ജനിക്കുന്ന കുഞ്ഞ് എന്നെ പോലെ ആയിരിക്കണമെന്ന അവന്റെ ആഗ്രഹം ഇപ്പൊ മനസ്സിലായില്ലേ? ഈ ലോകത്ത് ഏറ്റവും സന്തോഷമുള്ള അമ്മ ഞാനാണ് ഗോപിയേട്ട. ആ ഫോട്ടോ കാണുന്നത് വരെ എന്റെ മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴെനിക്കൊരു ആശ്വാസമായത്. ഇന്നലെ രാത്രി ഗൗതം വരപ്പിച്ച ഫോട്ടോയെ കുറിച്ച് തന്നെ ആയിരുന്നല്ലോ നിന്റെ പറച്ചില്. നേരാവണ്ണം ഉറങ്ങിയത് പോലുമില്ല. ആ കുഞ്ഞിന്റെ മുഖം വസുന്ധരയെ പോലെ ആയിരുന്നാലും കുഴപ്പമില്ലെന്ന് ഞാൻ നിന്നെ ആശ്വസിപ്പിച്ചെങ്കിലും സത്യത്തിൽ അത് നിന്റെ മുഖമായിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഇപ്പം മനസ്സിലായില്ലേ ഗൗതമന് നിന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന്? മതി ഗോപിയേട്ട, ഇത്രയും മതി എനിക്ക്. ഈ ലോകത്തിലുള്ള മുഴുവൻ സ്വത്തും സമ്പാദ്യവും എല്ലാം കിട്ടുന്നതിനേക്കാളും വലിയ സന്തോഷമായി എനിക്ക്. ഗൗതമിന്റെ മനസ്സിൽ അവന്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാനാണല്ലോ ഉള്ളത്. അതിൽ കൂടുതൽ ഇപ്പൊ എനിക്ക് എന്താ വേണ്ടത്? ഗൗതം, ഇത് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. എന്റെ പുറകെ നടന്ന് അമ്മ അമ്മ എന്ന് വിളിച്ചിട്ട് ഇങ്ങനെയൊരു പ്രവൃത്തി നീ ചെയ്തു കളഞ്ഞല്ലോ ഗൗതം. നീ എന്നെ അമ്മ എന്ന് വിളിച്ചത് വെറുതെ അല്ല എന്ന് എനിക്കറിയാം. എന്നിട്ടും നിനക്കിത് എന്താടാ പറ്റിയത്? നിന്റെ മനസ്സിൽ നിന്നും നിധി എന്നെ പതുക്കെ പതുക്കെ തുടച്ചു മാറ്റിക്കൊണ്ടിരിക്കുക. ഇല്ലടാ, എനിക്കിത് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. നിന്നെ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാൻ ആവില്ല എനിക്ക്. ഞാനല്ലാതെ ഒരാൾ നിന്റെ അമ്മയുടെ സ്ഥാനത്ത് വരുന്നത് എനിക്ക് സഹിക്കാനും പറ്റില്ല. അല്ല, സന്തോഷം കിട്ടിയ മനസ്സ് മാത്രമേ നിറയൂ. വയറ് നിറയണമെങ്കിലേ അടുക്കള കയറി വല്ലതൊക്കെ ഉണ്ടാക്കണം. മാഡത്തിന് ഭക്ഷണം ഉണ്ടാക്കാൻ ഉദ്ദേശമൊന്നുമില്ലേ? ഉണ്ടാക്കും ഗോപിയേട്ട. നല്ല ഒന്നാം തരം അടപ്രഥമനുണ്ടാക്കി ഞാൻ ഈ സന്തോഷം ആഘോഷിക്കും. അടപ്രഥമനൊക്കെ ഉണ്ടാക്കി ആഘോഷിക്കാനും വേണ്ടി എന്ത് സന്തോഷം അമ്മയ്ക്ക് കിട്ടിയത്? അതൊക്കെ ഉണ്ട്, പറയില്ല. പറയില്ലെങ്കിൽ വേണ്ട. കോഫി കുടിക്കും. മോളെ, മിക്കവാറും ഇന്ന് പാർവതിയുടെ വകയായിട്ട് അടപ്രഥമം മാത്രമേ കാണൂ.
കഴിക്കാൻ എന്തെങ്കിലും രുചിയായിട്ട് വേണമെങ്കിൽ മോള് തന്നെ അടുക്കളയിൽ കയറി ഉണ്ടാക്കണം. അതൊക്കെ ഞാൻ ഏറ്റുവച്ച. പക്ഷേ സന്തോഷത്തിന്റെ കാരണം എന്താണെന്ന് എന്നോടും കൂടി ഒന്ന് പറഞ്ഞൂടെ? അത് വേറൊന്നുമല്ല മോളെ. ഗൗതം ഇന്നലെ വരപ്പിച്ചു കൊണ്ടുവന്ന ഫോട്ടോയിലെ ഒരു കുഞ്ഞിന്റെ മുഖം ഇവളെ പോലെ ഇരിക്കുന്നതെന്ന് അതിന്റെ സന്തോഷത്തിലാ പാറു. ആ ചിത്രത്തിലെ ഒരു കുഞ്ഞിന്റെ മുഖേ അവന്റെ അമ്മയെ പോലെയാണെന്ന് ഗൗതം പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അപ്പം മുതൽ എനിക്ക് ടെൻഷനായി മോളെ. അത് എന്റെ മുഖം തന്നെ ആയിരിക്കുമെന്ന്. ഞാൻ ആരും കാണാതെ ഫോട്ടോ എടുത്ത് നോക്കി. സത്യം പറയാലോ, എന്റെ കണ്ണ് നിറഞ്ഞു പോയി. അത്രയ്ക്ക് എനിക്ക് സന്തോഷായി. ഈ അമ്മയുടെ മുഖമുള്ള ഒരു മോളെ വേണമെന്ന് ഗൗതമിന് വല്ലാത്ത ആഗ്രഹമാണ്. അമ്മയോട് ഗൗതമിന് അത്രയ്ക്ക് സ്നേഹമുള്ളതുകൊണ്ടല്ലേ ഇതേ മുഖമുള്ള ഒരു മോളെ ആ ഫോട്ടോയിൽ വരച്ചു വെച്ചിരിക്കുന്നത്. അതേ, കാപ്പി തണുത്തു പോവും, വേഗം കൊണ്ടുപോയി കൊടുക്കുക. ഇത് ഗൗതമിനല്ലച്ചാ, വസുന്ധരാന്റിക്കാ. ഗൗതം ഉണരട്ടെ, എന്നിട്ട് ചൂടോടെ കൊണ്ടുപോയി കൊടുക്കാം. ശരി, ഞാനത് ആന്റിക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. ശരി. ആന്റി, കോഫി. എന്താ ആന്റി? ആന്റിക്ക് ഇതെന്താ പറ്റിയത്? എന്തിനാ കോഫി തട്ടിത്തെറിപ്പിച്ചത്? നീ എനിക്ക് കോഫി ഉണ്ടാക്കി തന്നിടത്തോളം ഒക്കെ മതിയായി എനിക്ക്. എന്റെ ജീവിതത്തിലേക്ക് വന്നു കയറി ആപശകുനമാ നീ. എന്റെ മകന് ഞാനെന്ന് വെച്ചാ ജീവനായിരുന്നു. ഞാൻ കഴിഞ്ഞ അവന് വേറെ ആരും ഉണ്ടായിരുന്നുള്ളൂ. നീ ഒറ്റ ഒരുത്തിയാ അവനെ എന്നിൽ നിന്നും അകറ്റിയത്. ഇപ്പൊ എന്നേക്കുമായി അവൻ എനിക്ക് നഷ്ടപ്പെടുമോ എന്ന പേടിയാ എനിക്ക്. അതെ, അതോർത്ത് ആന്റി ലെവലേശം പേടിക്കണ്ട. ഗൗതം ഒരിക്കലും ആന്റിയെ വിട്ട് എങ്ങും പോവില്ല. കാരണം ആന്റിയെ ഗൗതം അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. അകലം കൂട്ടുന്നത് ഗൗതം അല്ല, ആന്റി തന്നെയാണ്. അതൊന്ന് ആദ്യം മനസ്സിലാക്കിയാൽ നല്ലത്. ആന്റിയുടെ ഈ ദേഷ്യത്തിന്റെ കാരണം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് മാറണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. കൂടുതൽ ഗുണദോഷിക്കലൊന്നും ഇങ്ങോട്ട് വേണ്ട.